അണ്ണതാ ഇത് എന്ത് പൊട്ടുപ്പ. ഹലോ ഗൈസ്, നമ്മളപ്പോൾ പരിപാടി ഇതുമുതൽ നമ്മൾ സാമ്പാർ വയ്ക്കാൻ പോവുകയാണ്. സാമ്പാറിനായി സാധനങ്ങളെല്ലാം നമ്മൾ മേടിച്ചു. ഇനി നമുക്ക് സാമ്പാർ വെച്ചാൽ മതി. നമ്മുടെ ഷെഫ്, നമ്മുടെ ശ്യാമണ്ണനാണ് ഇന്ന് സാമ്പാർ വയ്ക്കുന്നത്. എവിടെ നമ്മുടെ അടുക്കള ഗൈസ്, അടുക്കള. സോറി ഗൈസ്. ശ്യാമണ്ണൻ ഷെഫ്. കഞ്ഞി ഓൾമോസ്റ്റ് വേകാറായി. സോ കഞ്ഞിയുള്ള പുറപ്പാടാണ്. ഇനി സാമ്പാറിനുള്ള മലക്കറിമാരെ കൊണ്ട് അരിയിപ്പിക്കാം. അതെ, മലക്കറി മീൻസ് പച്ചക്കറി ഇവിടെ സെറ്റാണ് ഗൈസ്. ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്തി തരാം. വറ്റൽമുളക്, ആ സാധനം പോലെ വറ്റൽമുളക്, കടുക്, കായം, സാമ്പാർ പൊടി, സൺഫ്ലവർ ഓയിൽ, ചില്ലി പൗഡർ അതായത് മുളക് പൊടി, ടർമറിക് പൗഡർ മഞ്ഞപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ സാമ്പാറിന് ഒഴിച്ചുവിടാൻ പറ്റാത്ത പരിപ്പ്. പിന്നെ നമ്മൾ ഇതിനകത്ത് വെണ്ടയ്ക്ക മേടിച്ചുകൊണ്ട്, വെണ്ടയ്ക്ക വെച്ച് നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത്? അതെ, വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ കൂടെ കഴിക്കാൻ അച്ചാർ, പപ്പടവുമായി. സുഹൃത്തുക്കളെ, ഇനി എന്ത് വേണം? യെസ്, എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? സാമ്പാറും. അതെ ഗൈസ്, നമ്മുടെ അരി വെന്തോന്ന് നമുക്ക് നോക്കാം. അരി എന്തായാലും ഇപ്പൊ വേഗത്തില്ല, ഇപ്പൊ ഇട്ടതേ ഉള്ളൂ. ഈ ഡോർ നമുക്ക് കുറച്ചും കൂടെ തുറന്ന് വെച്ചാൽ അതായിരുന്നു ഹെവി. പ്രകൃതി രമണി അല്ല, നമ്മുടെ വീടിന്റെ ചുറ്റും പ്രകൃതി രമണിയാണ്. അതുകൊണ്ട് ഭയങ്കര ചൂടാണ് ഇവിടെ. ഭയങ്കര ചൂടാണ്. അണ്ണതാ ഇത് എന്ത് പൊട്ടുപ്പ. പൊട്ടിത്തെറിക്കും. പാത്രം കഴിവാൻ പോവുകയാണ് ഗൈസ്. പാത്രം നിങ്ങൾ ഇവിടെ ഞാൻ നമ്മുടെ കുക്കിംഗ് ആനന്ദകരമാക്കാൻ മഴ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താ ചെയ്യുന്നേ? അല്ല, നീ എന്താ ചെയ്യുന്നേ? ഒരു കവർ പച്ചക്കറി ഇനി കഴുകണം, അത് അരിയണം. ഹെവി ടാസ്ക്കാണ് സുഹൃത്തുക്കളെ, ഹെവി ടാസ്ക്കാണ്. ഇത് കഴുകിയിട്ട് വരാം. ആഫ്റ്റർ ഇത്രയും വെജിറ്റബിൾസ് കഴുകി സുഹൃത്തുക്കളെ. ഇവിടെ എന്തൊക്കെയായെന്ന് നമുക്ക് കണ്ണടച്ച് ചോദിക്കാം. മണ്ണ, ഇവിടെ എന്തായി? മെഴുക്ക് വരട്ടി തയ്യാറായിക്കൊണ്ടിരിക്കുക. അതെ ഗൈസ്, നമ്മൾ ഇവിടെ മെഴുക്ക് വരട്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ധോണി അവിടെയും. എന്താ പണി? എല്ലാം ഉണ്ട്. എന്തുണ്ട്? മെഴുക്ക് വരട്ടി ഉണ്ട്. അതെ, നമ്മുടെ ഐസ്തണ്ടറിയും ഉരുളക്കിഴങ്ങ്, സവാള, ഇഞ്ചി, പടവലങ്ങ, അതേപോലത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അരിയാനുള്ളത് നമ്മുടെ നെവിൻ അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാ ചോറ് വെന്തോ? ചോറ് വെന്തു ഗൈസ്. ഓ ബോണി. ഗൈസ്, നമ്മൾ സാമ്പാർ പരിപ്പ് ഇതാ വേവിച്ച് വെച്ചിരിക്കുന്നു. ഇനി നമ്മുടെ പച്ചക്കറികളെല്ലാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് കുക്കറിലോട്ട് ഇടാം. നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറി. അതെ, ഓ, ഇത് കണ്ട് ഇവര് സാമ്പാർ ഉണ്ടാക്കിയത് സൂപ്പർ ആയിരിക്കും അല്ലേ? പിന്നെ നിങ്ങൾ ഉണ്ടാക്കുക ഗൈസ്. ഉണ്ടാക്കിയിട്ട് ഹാഷ്ടാഗ് സ്വർഗത്തിലെ സാമ്പാർ, സ്വർഗം സാമ്പാർ. നേരത്തെ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക. ഗൈസ്, നമ്മുടെ മനസ്സിലൊരു ചിക്കൻ ബിരിയാണി ഐഡിയ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഉടനെ ഞങ്ങളൊരു ചിക്കൻ ബിരിയാണി വ്ളോഗ് സെറ്റ് ചെയ്യുന്നതായിരിക്കും.
മുളക് പൊടിയാണ് സുഹൃത്തുക്കളെ ആയിടുന്നത്. മഞ്ഞപ്പൊടിയാണ് സുഹൃത്തുക്കളെ പാകത്തിന്. സാമ്പാർ പൊടി, ഇത് നമ്മൾ വാങ്ങിച്ച സാമ്പാർ പൊടിയാണ് സുഹൃത്തുക്കളെ. സാമ്പാർ പൊടിയും ആവശ്യത്തിന്. ഓക്കെ ഓക്കെ, നമ്മൾ നീ ഇത് വേവിക്കണം അല്ലേ? ഇത് വേവിക്കണം 2 അല്ലെങ്കിൽ 3 വിസിൽ. ഉടനെ എടുക്കരുത്, കൈ പൊള്ളും, ഇതാക്കും. അതിൻ്റെ ആ ഒരു പ്രഷറെല്ലാം പോയതിന് ശേഷം മാത്രമേ തുറക്കാവുള്ളൂ. ബെസ്റ്റ് ടിപ്പാണ്. പപ്പടം ഗൈസ്, നമ്മൾ പപ്പടം വറക്കുകയാണ്. പപ്പടം എന്തോ വറക്കാത്ത പോലെ. ഞാൻ കഴിച്ചു നോക്കട്ടെ. പപ്പടത്തിന്റെ ടേസ്റ്റ് ഉണ്ട്. ഈ പപ്പടം വേറെ കിട്ടുന്നില്ല, കാരണം ഇവിടെ ഇരിക്കല്ലേ അല്ലേ? അതെ, പപ്പടം, ചോറ്, വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി, അതേപോലെ സ്റ്റാർ ഓഫ് ദ മാച്ച് രണ്ടാമത്തെ പ്രാവശ്യം സാമ്പാർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ദിവസത്തെ ഉച്ചക്കത്തെ ലഞ്ച്. നമ്മൾ കഴിക്കുകയാണ് ഗൈസ്. ഇതിനെക്കുറിച്ച് നിങ്ങളെ കുറിപ്പിക്കാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. സ്വർഗത്തിലെ സാമ്പാർ സ്വർഗമായോ? അവരോട് ചോദിക്കൂ. അയിത്തണ്ണ ഒന്നും പറയില്ല, അടിപൊളി. ബോൺ എന്താ ഞാൻ കഴിക്കുന്നില്ല. എങ്ങനെയുണ്ട്? കൊള്ളാം. കഴിച്ചു. ഇതാ വന്നിങ്ങനെ കിടക്കുന്നു. വയറ് നിറഞ്ഞു സുഹൃത്തുക്കളെ, വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. അയിത്തണ്ണ പറയും. നമ്മൾ കഴിച്ചിട്ടിങ്ങനെ വയറും മനസ്സും നിറഞ്ഞു. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ് സുഹൃത്തുക്കളെ. ബൈ. ഇവിടെ എന്തൊക്കെ നടന്നാലും ഗൈസ്, എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇവരുടെ മനസ്സും വയറും നിറഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇത്രയും ദിവസം ഭയങ്കര പട്ടിണിയാണ്. ഒരു നേരത്തെ ആഹാരമൊക്കെയാണ് കിട്ടുന്നത്. കാരണം നമ്മൾ ഗ്യാസൊക്കെ ഭയങ്കര താമസിച്ച് എടുത്തു. സോ സന്തോഷമുണ്ട് ഇവരുടെ വയറ് നിറഞ്ഞതിനും ഇവരുടെ മനസ്സും വയറ് നിറഞ്ഞതിനും. ഐ എം സോ ഹാപ്പി. ബ്ലുപ്പ് ചെയ്യാൻ വേണ്ടി കയ്യിൽ എച്ചിലാണ്, അല്ലെങ്കിൽ ഞാൻ ബ്ലുപ്പ് ചെയ്തേനെ.